സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയുടെ ആത്മാർത്ഥതയെക്കുറിച്ചും അവളുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചൊക്കെ തന്നെ പറയുകയാണ്. ഇന്ന് ദേവിക ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോകത്ത് താൻ ഉണ്ടാവില്ലായിരുന്നു എന്നും അതുപോലെ ഇനി ഒരിക്കലും ദേവികയെ സംശയിക്കാനോ അല്ലെങ്കിൽ അവളെ അകറ്റി നിർത്താനോ അവളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാനോ നിൽക്കരുത് എന്ന പ്രഭാവതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥൻ. പ്രഭ പറയുന്നുണ്ട്, മീരയെയാണ് ഞാൻ ദേവികയുടെ സ്ഥാനത്ത് ആദ്യം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ അവളോട് എനിക്ക് ചെറിയൊരു നീരസം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ പൂർണ്ണമായിട്ടും മരുമകളല്ല, മകളാണെന്നുള്ള കാര്യം പ്രഭ പറയുന്നു. ഇനി ഒരിക്കലും ദേവികയെ അകറ്റി നിർത്തുകയോ അവളെ മാറ്റി നിർത്തി സംസാരിക്കുകയൊന്നും തന്നെ ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഋഷിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരുന്ധതി. ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടിട്ട് ഋഷിക്കാണെങ്കിൽ ശരിക്കും ദേവികയെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നുന്നത്. അങ്ങനെ ഋഷി പറയുന്നുണ്ട്, ഇനി നമ്മുടെ ശത്രുപക്ഷത്ത് ദേവിക എന്ന ശത്രു കൂടി ഉണ്ടാകുമെന്നും തൻ്റെ അമ്മയെ അപമാനിച്ച അവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. താനൊന്നും ചാടി കയറി പ്രവർത്തിക്കേണ്ട എന്നൊക്കെ. അങ്ങനെ നമ്മുടെ നന്ദനും ദേവികയും പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കുഞ്ഞ്. ഇനി രാഷ്ട്രീയവും തിരക്കുമായിട്ട് മുന്നോട്ട് പോവാതെ ജീവിതത്തെക്കുറിച്ച് കൂടി ചിന്തിക്കണമെന്ന് നന്ദനാണെങ്കിൽ ദേവികയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കൊരു കുഞ്ഞ് വേണമെന്നും അത് നടപ്പിലാക്കിയില്ലെങ്കിൽ കളി എന്നുള്ള രീതിക്ക് താൻ പ്രതിഷേധം നടത്തുമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ദേവികയാണെങ്കിൽ നന്ദൻ്റെ ആ ഒരു ആവശ്യം കാര്യമായി തന്നെ പരിഗണിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതിയാണെങ്കിൽ ബലരാമനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സിദ്ധാർത്ഥനെ കൊല്ലാനായിട്ട് വന്ന രാധാമണിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ തനിക്കൊന്നും അറിയില്ലെന്നൊക്കെ പറയുകയാണ്. പിന്നീട് അരുന്ധതിക്കാണെങ്കിൽ താൻ അനുഭവിച്ച ആ ഒരു അപമാനം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ തൻ്റെ ആ ഒരു CPയോട് പറയുന്നുണ്ട്, ഇനി ആ ദേവികയാണ് എൻ്റെ മുഖ്യ ശത്രു, അവളെ തകർക്കണം, അവളിനി സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കരുത്. ഇത് കേട്ട് അയാൾ പറയുന്നുണ്ട്, പേടായിരുന്നല്ലോ അവളെ എല്ലാം കൊണ്ടും ജയിക്കണം, പ്രഭാവതിക്കെതിരെ തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സപ്പോർട്ട് ചെയ്തതും പൈസ ഇറക്കിയതൊക്കെ ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ശരി തന്നെയാണ്, പക്ഷെ ദേവിക ഇതുപോലെയുള്ളൊരു പണി തനിക്ക് തിരിച്ചു തരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് പറയുകയാണ്. അവൾ കുടുംബസ്നേഹിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷേ ഇത്തരത്തിൽ തന്നെ അപമാനിക്കുമെന്ന് കരുതിയില്ല. ഞാൻ ദേവികയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. ആ പ്രഭാവതി നശിക്കണം, അതിനുവേണ്ടി ദേവികയെ ഞാൻ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഉപയോഗിക്കാമെന്നും കരുതി, പക്ഷേ അത് സാധിച്ചില്ല എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അവൾ ജയിക്കുമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ ഇനി അവൾ സമാധാനം എന്താണെന്ന് അറിയാൻ പോകുന്നില്ല എന്നൊക്കെ അരുന്ധതിയാണെങ്കിൽ ശപഥമെടുക്കുന്നത് പോലെ തന്നെ പറയുകയാണ്. ഇത് കേട്ട് ആ CPയും തീരുമാനിക്കുന്നുണ്ട് അരുന്ധതി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണെന്ന്. എന്തായാലും ഋഷിയും ഒരു വഴിയിലൂടെ ദേവികയെ തകർക്കാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ അവർക്കൊക്കെ തന്നെ രക്ഷകനായിട്ട് മറ്റൊരു ആൾ അവതരിച്ചിരിക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മുരളി. അങ്ങനെ ഗൗരിയാണെങ്കിൽ തൻ്റെ മുരളിയെയും സ്വപ്നം കണ്ട് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. ചെറുതായിട്ട് അവളൊന്ന് മയങ്ങി പോകുന്നുണ്ട്. ഇതിനിടയിൽ സർപ്രൈസ് ആയിട്ടാണ് അവിടേക്ക് മുരളി വരുന്നത്. അങ്ങനെ സ്വപ്നത്തിൽ നിന്നും ഗൗരി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്താ മുരളിയേട്ട എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരിയാണെങ്കിൽ എഴുന്നേൽക്കുന്നു. പക്ഷേ അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. സ്വപ്നമാണോ സത്യമാണോ എന്നറിയാനായിട്ട് അവളാണെങ്കിൽ മുരളിയോട് ചോദിക്കുന്നുണ്ട്, മുരളിയേട്ടൻ വന്നോ? അതെ വന്നു, നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ട് മുരളി തിരിച്ചെത്തിയെന്ന്. അങ്ങനെ ആ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് നന്ദനെ വിളിക്കുന്നുണ്ട്. ഗൗരിയോട് പറയാണ് അവനെ ചെറുതായിട്ടൊന്ന് നമുക്ക് പറ്റിക്കാമെന്ന്. അങ്ങനെ ഗൗരിയും മുരളിയും ചേർന്ന് നന്ദനെ വിളിക്കുന്നുണ്ട്. മുരളിയാവട്ടെ മറ്റൊരാളെ പോലെയാണ് സംസാരിക്കുന്നത്. നന്ദനാണെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെക്കൊണ്ട് എനിക്കൊരാവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൗണ്ടൊക്കെ മാറ്റി സംസാരിക്കുകയാണ്. ആദ്യം നന്ദൻ ഒന്ന് പേടിച്ചു പോകുന്നു. ദേവികയും അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്നാണ് മുരളി തൻ്റെ ആ ഒരു തനി സംസാരം പുറത്തെടുക്കുന്നത്. അങ്ങനെ നന്ദനാണെങ്കിൽ എടാ മുരളി നീ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുവെന്നും ഒരുപാട് കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ടെന്നൊക്കെ നന്ദനും മുരളിയോട് പറയുന്നു. എന്തായാലും ഇനി ദേവികയ്ക്കും നന്ദനും കൂട്ടായിട്ട് മറ്റൊരാൾ കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ മുരളി. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.